നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുളത്തൂപ്പുഴയിൽ LP സ്കൂൾ വിദ്യാർത്ഥികളെ അശ്ലീല ദൃശ്യം കാട്ടി. അധ്യാപകൻ അറസ്റ്റിൽ. തിരുവനന്തപുരം പൂവച്ചൽ സ്വദേശി ബാദുഷയാണ് അറസ്റ്റിലായത്. നരേന്ദ്രമോദി സഹായിച്ച പോലെ ഒരു പ്രധാനമന്ത്രിയും കേരളത്തെ സഹായിച്ചിട്ടില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. കേരളത്തിൽ നിന്ന് പോയ MPമാരെല്ലാം നിർഗുണ പരബ്രഹ്മങ്ങളാണെന്നും കുറ്റപ്പെടുത്തൽ. കേരള പദയാത്ര കൊല്ലം ജില്ലയിൽ പര്യടനം നടത്തി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം. അനുബന്ധ പരിപാടികൾക്ക് തുടക്കം. ഭരണിക്കാവിൽ ഷട്ടിൽ ടൂർണമെന്റ്. തഴവയിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ്. വിശദമായ വാർത്തകളിലേക്ക്. LP സ്കൂൾ വിദ്യാർത്ഥികളെ അശ്ലീല ദൃശ്യം കാട്ടിയ അധ്യാപകനെ കുളത്തൂപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. LP സ്കൂളിൽ പെൺകുട്ടികളെ മൊബൈൽ ഫോണിലൂടെ അശ്ലീല ദൃശ്യം കാട്ടിയ അധ്യാപകനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം പൂവച്ചൽ സ്വദേശി ബാദുഷയാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം പൂവച്ചൽ സ്വദേശി ബാദുഷയാണ് അറസ്റ്റിലായത്. 3ഉം 4ഉം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെയാണ് അധ്യാപകൻ അശ്ലീല വീഡിയോ കാട്ടിയതെന്നാണ് പരാതി. സംഭവം അറിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടും സ്കൂൾ അധികൃതർ പ്രതികരിച്ചില്ലെന്നും രക്ഷിതാക്കൾ ആരോപിച്ചു. സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ ബാദുഷയെ കുളത്തൂപ്പുഴ പോലീസ് മടത്തറയിൽ നിന്നാണ് പിടികൂടിയത്. SC/ST, പോക്സോ തുടങ്ങിയ കേസുകളാണ് പ്രതിക്കുമേൽ ചുമത്തിയിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഷൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിൽ മെഡിക്കൽ ഓഫീസറെ ഉപരോധിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിലായിരുന്നു ഉപരോധം. ഭരണസമിതി അറിയാതെ CHSൽ ഐസൊലേഷൻ വാർഡ് ഉദ്ഘാടനം തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. ഇതേ തുടർന്ന് ഉദ്ഘാടനം മാറ്റിവെച്ചു. ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലാണ് മെഡിക്കൽ ഓഫീസറെ ഉപരോധിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. ഡോക്ടറെ ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ ഏതെങ്കിലും ഒരു പരിപാടി ഇന്ന് വരെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അറിയിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പരിപാടി അറിയിച്ചിട്ടുണ്ടോ? ഇതൊരു ബ്ലോക്കിൽ ഇങ്ങനെ ഇത്രയായിട്ട് പോയാൽ മതി. 14 ലക്ഷം രൂപ പ്രാവശ്യം വെച്ചേക്കുന്നേ. ഷൂർനാട് വടക്ക് CHSൽ ഐസൊലേഷൻ വാർഡ് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഉദ്ഘാടനം ഭരണസമിതി അറിയാതെ തീരുമാനിച്ചതിലായിരുന്നു പ്രതിഷേധം. ഉപരോധത്തെ തുടർന്ന് ഉദ്ഘാടനം മാറ്റിവെച്ചു. ഷൂർനാട് CHSക്ക് ബിൽഡിംഗ് അനുവദിക്കുകയും ആ ബിൽഡിംഗിന്റെ ഉദ്ഘാടനം ഇന്നലെ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു പഞ്ചായത്ത് ജനപ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റും ഞാൻ അടക്കം ഒരാളെ പോലും അറിയിക്കാതെ ആ പരിപാടി നടത്തിയതിൽ ശക്തമായ പ്രതിഷേധം മെഡിക്കൽ ഓഫീസറെ ഉപരോധിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുകയാണ്. ഈ പ്രതിഷേധ സമരം എന്തുകൊണ്ടും ഇനി ഏതെങ്കിലും ഒരു പരിപാടി ഇട്ടാൽ ആ പരിപാടിയിൽ പഞ്ചായത്തിനെ അറിയിക്കാതെ CHSൽ ഏതെങ്കിലും പരിപാടി ഇട്ടാൽ ആ പരിപാടി ശക്തമായ പ്രതിഷേധത്തെ കൊണ്ട് ഞങ്ങൾ തടയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുതിയ ഡേറ്റ് എടുത്തിട്ടുണ്ട് ഏപ്രിൽ 16 മുഴുവൻ ജനപ്രതിനിധികൾ, നമ്മുടെ ശൂരനാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെ അറിയിച്ചുകൊണ്ട് മാത്രം വേണം ആ ഉദ്ഘാടനം നടത്തുവാനെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗംഗാദേവി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത ലത്തീഫ്, വാർഡംഗം അഞ്ജലിനാഥ്, INTC മണ്ഡലം പ്രസിഡന്റ് ലത്തീഫ് പെരുങ്കുളം, മണ്ഡലം വൈസ് പ്രസിഡന്റ് കബീർ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. നരേന്ദ്രമോദി സഹായിച്ച പോലെ ഒരു പ്രധാനമന്ത്രിയും കേരളത്തെ സഹായിച്ചിട്ടില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. കേരളത്തിന് എല്ലാം വാരിക്കോരി നൽകിയ സർക്കാരാണ് മോദി സർക്കാർ. കേരളത്തിൽ നിന്ന് പോയ MPമാരെല്ലാം നിർഗുണ പരബ്രഹ്മങ്ങളാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കേരള പദയാത്രയുടെ ജില്ലയിലെ പര്യടനത്തിന് തുടക്കം കുറിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ഭരണത്തിലുണ്ടായ പോരായ്മകൾ കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആ ശ്രമം ഇവിടെ നടക്കില്ല. നരേന്ദ്രമോദി സഹായിച്ച പോലെ ഒരു പ്രധാനമന്ത്രിയും കേരളത്തെ സഹായിച്ചിട്ടില്ല. കേരളത്തിന് എല്ലാം വാരിക്കോരി നൽകിയ സർക്കാരാണ് മോദി സർക്കാർ. കേരളത്തിൽ നിന്നും പോയ MPമാരെല്ലാം നിർഗുണ പരബ്രഹ്മങ്ങളാണ്. കേരളം ഇന്ന് മാറ്റത്തിന്റെ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. 99% ക്രിസ്ത്യാനികളുള്ളിടത്ത് NDAക്ക് വേരുറപ്പിക്കാനായിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ മാത്രം ഇനി അധിക നാൾ NDA അകറ്റി നിർത്താനാകില്ല. ഇതിനുള്ള വ്യക്തമായ സൂചനയാണ് കേരള പദയാത്രയിലൂടെ നൽകുന്നതെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഫ്ലക്സ് ബോർഡ് വെക്കണം. ഇല്ലെങ്കിൽ ബോർഡ് വെക്കുന്ന ഒരു മോദിയുടെ പടം കൂടി വെക്കണം. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ MPമാർ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിർഗുണ പരബ്രഹ്മങ്ങളായിട്ടുള്ള MPമാരാണ്. കേരളത്തിൽ ഒന്നും ചെയ്യാത്ത MPമാരാണ്. 20 എണ്ണം ഇവിടുന്ന് പോയിരിക്കുന്നു. എന്താ ജോലി? ഓണറേറിയം വാങ്ങുക, യാത്രാപ്പടി വാങ്ങുക, തിങ്കളാഴ്ചയും ബുധനാഴ്ചയും
പാർലമെന്റിന് മുമ്പിലുള്ള ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ സമരം നടത്തുക, ധർണ. ഇതല്ലാതെ ഇവരെന്താണ് കേരളത്തിന് വേണ്ടി ചെയ്തത്? കഴിഞ്ഞ ദിവസം ബജറ്റായിരുന്നു. കേരളത്തിലെ എംപിമാരുടെ ഒരു യോഗം നടന്നിട്ടുണ്ടോ? ഇവിടെ റെയിൽവേ കേരളത്തിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചു. ഇവിടെ ബാലഗോപാലൻ ബജറ്റ് അവതരിപ്പിച്ചു. കേരളത്തിലെ എംപിമാരുടെ ഒരു യോഗം നടന്നിട്ടുണ്ടോ? കേരളത്തിൽ എന്തെല്ലാം വികസന താല്പര്യങ്ങളുണ്ട് എന്നിവിടെ ഒരു ഹോംവർക്ക് നടന്നിട്ടുണ്ടോ? ഞാൻ ഇവിടുത്തെ എംപിമാരോട് ചോദിക്കുകയാണ്. BJP ദേശീയ സെക്രട്ടറിയും വക്താവുമായ അനിൽ ആന്റണി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ, ഭാരതം ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറും, ജർമ്മനിയെയും ജപ്പാനെയും മറികടക്കും. അതുപോലെ മോദിജിയുടെ മറ്റൊരു ഗ്യാരണ്ടിയാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആർട്ടിക്കിൾ 370 വരെ എതിർത്ത പ്രതിപക്ഷത്തിന് ഇന്ത്യൻ ജനത BJPക്ക് മാത്രം 370 സീറ്റ് നൽകി വിജയിപ്പിക്കും. ഇതും മോദിജിയുടെ ഗ്യാരണ്ടിയാണ്. ഇതുപോലെ അബ്കി ബാർ 400 പാർ. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി 2014 2019 വലിയ ഭൂരിപക്ഷത്തോടെ 400 സീറ്റിലധികം വലിയ ഭൂരിപക്ഷത്തോടെ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഇന്ത്യയെ പിന്നെയും വിജയിക്കും. ഇതും മോദിജിയുടെ. BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. ദക്ഷിണമേഖലാ പ്രസിഡന്റ് K. സോമൻ അധ്യക്ഷനായി. BJP ജില്ലാ ജനറൽ സെക്രട്ടറി S. പ്രശാന്ത് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ VT രമ, OBC മോർച്ച ദേശീയ സെക്രട്ടറി പുഞ്ചക്കരി സുരേന്ദ്രൻ, BJP സംസ്ഥാന സെക്രട്ടറി രാജീവ് പ്രസാദ്, SJD സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് കുമാർ, ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ ഡോക്ടർ അബ്ദുൽ സലാം, LJP സംസ്ഥാന സെക്രട്ടറി KS ഗിരിജ, RLJP സംസ്ഥാന സെക്രട്ടറി K. മുകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. 10,000 അണിനിരുന്ന BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്ര കൊല്ലത്തെ ആവേശഭരിതമാക്കി. സംസ്ഥാന സർക്കാരിന്റെ അഴിമതികൾക്കെതിരായ മുദ്രാവാക്യം മുഴക്കിയാണ് കേരള പദയാത്ര കൊല്ലം നഗരത്തിലൂടെ കടന്നുപോയത്. ഒഴുകിവരുന്ന ജനസാഗരത്തിന്റെ വിളംബരവുമായി അനൗൺസ്മെന്റ് വാഹനം. ഇതിനു പിന്നിൽ പഞ്ചവാദ്യവും നാടൻ കലാരൂപങ്ങളും നടന്നു നീങ്ങി. തൊട്ടുപിന്നാലെ നിറഞ്ഞ ചിരിയുമായി കൈകൾ കൂപ്പി K. സുരേന്ദ്രൻ. ഒപ്പം സംസ്ഥാനത്തെയും ജില്ലയിലെയും NDAയുടെ പ്രധാന നേതാക്കൾ. പിന്നെ ആർത്തലയ്ക്കുന്ന തിര പോലെ മുദ്രാവാക്യങ്ങൾ മുഴക്കി പ്രവർത്തകർ. മോദിയുടെ ചിരിക്കുന്ന ചിത്രം ആലേഖനം ചെയ്ത പ്ലക്കാർഡുകൾ. ഓരോ മണ്ഡലം കമ്മിറ്റികളുടെയും പ്രത്യേക ബാനറിന് കീഴിലായി പ്രവർത്തകർ അണിനിരന്നു. എല്ലാ മണ്ഡലം കമ്മിറ്റികളുടെയും വൻ സംഘങ്ങൾക്ക് മുന്നിൽ ചെണ്ടമേളവും ബാൻഡുമേളവും നിശ്ചല ദൃശ്യങ്ങളും. കൈവീശി അഭിവാദ്യം ചെയ്യുന്ന മോദിയുടെ പടുകൂറ്റൻ ശില്പം. ചിന്നക്കടയിൽ നിന്നും പ്രയാണം ആരംഭിച്ച പദയാത്ര രാത്രി 9 സമാപന കേന്ദ്രമായ മാടനടയിൽ എത്തി. BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ, ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ VT രമ, BJP ജില്ലാ പ്രസിഡന്റ് BB ഗോപകുമാർ, ദക്ഷിണമേഖലാ പ്രസിഡന്റ് K. സോമൻ, സംസ്ഥാന സെക്രട്ടറി രാജീവ് പ്രസാദ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് വൈക്കിൽ സോമൻ, S. പ്രശാന്ത് തുടങ്ങിയവർ പദയാത്രയുടെ മുൻനിരയിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രൊഫസർ S. ഗുപ്തൻ നായർ അനുസ്മരണം നടത്തി. കായംകുളം കൃഷ്ണപുരം യുവജന സംഘടന ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. ഇതോടനുബന്ധിച്ച് ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. കൃഷ്ണപുരം യുവജന സംഘടന ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിലാണ് പ്രൊഫസർ S. ഗുപ്തൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നടത്തി. നട്ടെല്ല് അസ്ഥി സന്ധി സ്പെഷ്യാലിറ്റി ക്യാമ്പാണ് നടത്തിയത്. ഓച്ചിറ ചൂനാട് കല്യാണിശ്ശേരിൽ ആയുർവേദ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത്. ഡോക്ടർ രവികുമാർ കല്യാണിശ്ശേരിൽ നേതൃത്വം നൽകി. നഗരസഭാ വൈസ് ചെയർമാൻ J. ആദർശ് ഉദ്ഘാടനം നിർവഹിച്ചു. വായനാശീലം വളർത്തിയെടുക്കേണ്ടതിന്റെ ഒരു ആവശ്യകത നമ്മുടെ പ്രദേശങ്ങളിലേക്ക് തന്നെ നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.
കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റു രീതിയിൽ ഒന്നും തന്നെ വഴിതെറ്റി പോകാതെ അവർ നല്ല ഒരു ഉത്തമ പൗരനായി മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രന്ഥശാലകൾക്ക് കഴിയണം എന്നുള്ളതാണ്. കാരണം ഒട്ടേറെ കാരണം എനിക്ക് തോന്നുന്നു ഇപ്പം ഇവിടെ ചെസ്സിന്റെ ഒരു പരിശീലനം എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രീകുമാർ സാറിന്റെ നേതൃത്വത്തിലാണെന്ന് തോന്നുന്നു അത് നടക്കുന്നത്. കാരണം നമ്മുടെ കുട്ടികൾ ഈ പറഞ്ഞ രീതിയിൽ മറ്റ് രീതിയിൽ നിന്ന് തന്നെ കാരണം അവരുടെ കളിക്ക് ശേഷമുള്ള സമയത്ത് ഇത്തരത്തിലുള്ള ഓരോരോ പരിശീലനങ്ങൾ നമ്മുടെ യുവജന ഗ്രന്ഥശാലകളിൽ നടപ്പിലാക്കാൻ നമ്മുടെ ഇതിന്റെ ഭാരവാഹികൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തുടർന്ന് കുമാരനാശാൻ ചരമശതാബ്ദി ആചരണം, അനുസ്മരണ സമ്മേളനം, പുരസ്കാര വിതരണം എന്നിവയും നടത്തി. ഈ പ്രാവശ്യം നമ്മൾ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. അത് നമ്മളുടെ നാട്ടിൽ പ്രധാനപ്പെട്ട നമ്മുടെ ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അസ്ഥിയുടെയും നമ്മുടെ നട്ടലിന്റെയും സന്ധിവാദത്തിന്റെയൊക്കെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് ഇത് പരിശോധിക്കുന്നതും അതിന് മരുന്നുകൾ നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. കോയിവിള അയ്യൻകോയിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം, യാത്രയയപ്പ്, എൻഡോമെന്റ് വിതരണം എന്നിവയും നടത്തി. കോയിവിള അയ്യൻകോയിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 120ാമത് വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, സമ്മേളനം, യാത്രയയപ്പ്, പ്രതിഭകളെ ആദരിക്കൽ, എൻഡോമെന്റ് വിതരണം എന്നിവയും നടന്നു. PTA പ്രസിഡന്റ് R. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KP പ്യാരിനന്ദിനി സ്വാഗതം പറഞ്ഞു. പ്രഥമാധ്യാപകൻ A. ഷാജഹാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാലസാഹിത്യ പുരസ്കാര ജേതാവ് മനോജ് അഴീക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. മൂഡിലാണ്, അതുകൊണ്ട് മുഖ്യപ്രഭാഷണം എന്നൊക്കെ പറഞ്ഞ് വളരെ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്കറിയാം. ഇവിടെ വന്നപ്പോൾ അതിമനോഹരമായ പാട്ടുകളായിരുന്നു ഞാൻ കേട്ടത്. അതിനുശേഷം മനോഹരമായ നൃത്ത ചുവടുകളുമായി നമ്മുടെ മിടുക്കികൾ, കലാകാരികൾ, സൂപ്പറായിട്ടുള്ള ഡാൻസായിരുന്നു അത്. നമ്മുടെ ഈ നാടിൻ്റെ, ഈ തേവലക്കര എന്ന് പറയുന്ന ഈ അയ്യൻകോയിക്കൽ എന്ന് പറയുന്ന ഈ പ്രദേശത്തിൻ്റെ സാംസ്കാരിക തനിമ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നൃത്തമായിരുന്നു. എല്ലാ മതത്തിലും പെട്ട അതിൻ്റെ ഒരു സംയോജനം ഇതിവിടെ ഉണ്ടായിരുന്നു. ജില്ലാ സംസ്ഥാനതല കലോത്സവ വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ നടൻ ഉല്ലാസ് പന്തളം സമ്മാനിച്ചു. പ്രോത്സാഹനവും പിന്തുണയുമാണ് ഞങ്ങളെ പോലുള്ള വലിയ കലാകാരന്മാർക്ക് ഇതേപോലുള്ള വേദികൾ ഒന്ന് നിൽക്കാൻ, ഉദ്ഘാടകനായിട്ടും അതിഥിയായിട്ടും ഒക്കെ ഒന്ന് നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ സ്കൂളാണെങ്കിലും അമ്മമാരാണ് കൂടുതൽ, അമ്മമാരും രക്ഷിതാക്കളാണ് ഇവിടെ കൂടുതൽ. വിദ്യാർത്ഥികൾ അവർ രാവിലെ തൊട്ടുള്ള പ്രോഗ്രാമിൻ്റെ ഒക്കെ ക്ഷീണം കൊണ്ടായിരിക്കാം ഇങ്ങോട്ട് കിടക്കെ മാറി നിൽക്കുകയാണ്. എന്തായാലും വന്നതിൽ ഒരുപാട് സന്തോഷം. അതിലേറെ സന്തോഷം ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ഒരുപാട് മനോഹരമായ കലാപരിപാടികൾ നടക്കുകയായിരുന്നു. അതിൽ 3-4 പ്രോഗ്രാം എനിക്ക് കാണാൻ സാധിച്ചു. സംസ്ഥാനതല ശാസ്ത്ര, കായിക, പ്രവൃത്തി പരിചയമേളകളിലെ വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിയും വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കൽ ജില്ലാ പഞ്ചായത്ത് അംഗം S. സോമനും റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത പൂർവ്വ വിദ്യാർത്ഥിനിയെ ആദരിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സിന്ധുവും നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് വിമൽ രാജ് എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ U. ഫാത്തിമ കുഞ്ഞ് സംസ്ഥാനതല ക്വിസ് മത്സര വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ഷിഹാബ് കാട്ടുകുളം, ഷാജഹാൻ M, സലീന നൌഷാദ്, ആശ ജോസ്, G. ജയകൃഷ്ണൻ, സുജനി S, ഡോക്ടർ സ്മിത S. നായർ, മെർലിൻ B, ആദിൽ ഷാ, ഗോപക് ഗോപൻ, ഷാജി വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചവറ. സ്വന്തം പുരയിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഗൃഹനാഥനെ പുരയിടത്തിൽ അതിക്രമിച്ചു കയറി മർദ്ദിച്ചതായി പരാതി. അഞ്ചൽ ചോരനാട് സ്വദേശി അബ്ദുൾ ബഷീറിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനമേറ്റ അബ്ദുൾ ബഷീർ അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. സമയത്ത് തലക്ക് മൺവെട്ടി മേടിച്ച് തലക്ക് അടിക്കുകയും ചട്ടി വാരി റോട്ടിലേക്ക് എറിയുകയും ചെയ്തു. ഇതാണ് ഉണ്ടായ സംഭവം. ഒരു തരത്തിലും ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ ഇന്നത്തോടെ ഈ കട ഫുള്ള് നശിപ്പിക്കുമെന്നാണ് സുഭാഷ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. സ്വന്തം വീട്ടുവളപ്പിൽ കയറി മർദ്ദിച്ച കേസിൽ ചോരനാട് സ്വദേശി സുഭാഷിനെതിരെയാണ് ബഷീർ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ചോരനാട് ജംഗ്ഷന് സമീപം ബഷീറിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സുഭാഷ് സ്ഥലത്തെത്തി തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് കാട്ടിയാണ് ബഷീർ സുഭാഷിനെതിരെ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയത്. താൻ റോഡ് കയ്യേറുന്നുവെന്ന് ആരോപിച്ചാണ് തന്നെ സുഭാഷ് മർദ്ദിച്ചതെന്ന് ബഷീർ പറഞ്ഞു. ഞാനങ്ങ് ദൂരെ താമസിക്കുകയായിരുന്നു. അവിടെ വെച്ച് വന്ന് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാതെ വന്ന് ഞാനത് ഇന്ന് ചൊവ്വാഴ്ചയായിട്ട് കോരി എൻ്റെ കോമ്പൗണ്ടിലോട്ട് ഇടുകയായിരുന്നു. ആ കോമ്പൗണ്ട് എനിക്കുള്ളത് തന്നെ ഇന്ന് ശാശ്വതമായി
പുനലൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവുണ്ട്. ഇങ്ങനെ ആരോ എന്ന് അയാളോട് പറഞ്ഞു. അയാൾ വന്ന് പട്ടിയൽ കഷ്ണം കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് മമ്മട്ടി പിടിച്ചു വരികയും ചട്ടി വലിച്ചെറിഞ്ഞ് ഒരു ആഭാസങ്ങൾ ഒരുപാട് ഓഴ്ത്തങ്ങൾ വിളിച്ചു പറയുകയും ഇന്ന് തടം കൊണ്ട് മൊത്തത്തിൽ ഞാൻ തമർത്തി കാണിച്ചു തരാം എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ താൻ ബഷീറിനെ മർദ്ദിച്ചിട്ടില്ലെന്നും ബഷീറിനെ റോഡ് കയ്യേറിയതുമായി ബന്ധപ്പെട്ട് നിലവിൽ കേസുണ്ടെന്നും അത് ബഷീറിനെ ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്തതെന്നും ബഷീറിനെ മർദ്ദിച്ചു എന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്നും സുഭാഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഷട്ടിൽ ടൂർണമെന്റ് നടത്തി. ഭരണിക്കാവിൽ സംഘടിപ്പിച്ച ടൂർണമെന്റിന്റെ ഉദ്ഘാടനം കോവൂർ കുഞ്ഞുമോൻ MLA നിർവഹിച്ചു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ വിളംബരം വിളിച്ചറിയിച്ചാണ് ഷട്ടിൽ ടൂർണമെന്റ് നടത്തിയത്. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ശാസ്താംകോട്ട മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ഭരണിക്കാവ് തോണ്ടലിൽ ഷട്ടിൽ കോർട്ടിൽ സംഘടിപ്പിച്ച ടൂർണമെന്റിന്റെ ഉദ്ഘാടനം കോവൂർ കുഞ്ഞുമോൻ MLA നിർവഹിച്ചു. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ അഭിമാനമായിരുന്ന പ്രകാശനം അങ്ങനെ നിരവധി കാലങ്ങളെ ഭാഗത്തെടുത്ത നമ്മുടെ രാജ്യം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായ കാലങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. എന്നാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ക്രിക്കറ്റിന് മാത്രമാണ് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. ക്രിക്കറ്റിന് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ ക്രിക്കറ്റ് ഇപ്പോഴും മേഖലാ പ്രസിഡന്റ് ബിനുകുമാർ TS അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാജീവ് പനങ്ങാട്ട് സ്വാഗത പ്രസംഗം നടത്തി. സജ്ജു സുരേഷ്, ഏഷ്യാവിഷൻ മാനേജിംഗ് പാർട്ണർ വിജയകുമാർ തെങ്ങമം തുടങ്ങി മേഖലാ അംഗങ്ങളും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. വിവിധ ഭാഗങ്ങളിൽ നിന്നായി 36ഓളം ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. COA കരുനാഗപ്പള്ളി മേഖലാ കമ്മിറ്റിയും എലിസ്റ്റർ ഹെൽത്ത് കെയറും സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത്. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി മേഖലാ കമ്മിറ്റിയും എലിസ്റ്റർ ഹെൽത്ത് കെയറും സംയുക്തമായാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. CR മഹേഷ് MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സന്തോഷകരമായ ഒരു കാര്യം, ഈ സംഘടനയ്ക്ക് സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത കൂടി ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുകയാണ്. പത്തനാപുരത്ത് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. നമുക്ക് തഴവ പ്രദേശത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് പണം കൊടുത്ത് പോയി നേടേണ്ടുന്ന ഏറ്റവും വലിയ ആരോഗ്യപരമായ ആരോഗ്യരംഗത്തെ ഒരു പ്രശ്നം. COA മേഖലാ പ്രസിഡന്റ് അനൂപകുമാർ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി AV അനിത സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് ബാബു ആമുഖ പ്രഭാഷണം നടത്തി. കേരളത്തിൽ മാത്രം ബിസിനസ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള വിഷൻ. എന്നാൽ ഇന്ന് ഈ രംഗത്ത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന റിലയൻസ്, ജിയോ പോലുള്ള കമ്പനികളെ, ഹാത്ത് വേ, ഫാസ്റ്റ് വേ, അതേപോലെ BSNL എന്ന് പറയുന്ന തുടങ്ങിയ കമ്പനികൾ രാജ്യത്ത് എല്ലാ സംസ്ഥാനത്തും ബിസിനസ് ചെയ്തിട്ട് പോലും കേരളത്തിൽ മാത്രം ബിസിനസ് ചെയ്യുന്ന കേരള വിഷനെ രാജ്യത്ത് 8ാം സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ രംഗത്ത് കമ്പനികളിൽ 8ാം സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചു. ഇപ്പോൾ 6ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V സദാശിവൻ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നത് എത്രയും കാലം, പരമാവധി 100 വർഷം, 100 വർഷം 100 പക്ഷേ ആ 100 വർഷം ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ അച്ഛനെയും നമ്മുടെ അമ്മയും നമ്മുടെ ഗുരുക്കന്മാരെയും നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുക. ആ കഷ്ടപ്പെടുമ്പോൾ ഒരു തൊണ്ട് ഭൂമിയില്ലാത്തവർ 3 സെന്റ് വസ്തു, അവർക്ക് വസ്ത്രമില്ലെങ്കിൽ ഇച്ചിരി വസ്ത്രം. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മണികണ്ഠൻ, എലിസ്റ്റർ ഹെൽത്ത് കെയർ MD A ഷഹിൻ ഷാ, തഴവ പഞ്ചായത്ത് അംഗം S വത്സല, COA കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് എസ് പിള്ള, ദൃശ്യ TV MD G അജി, COA മേഖലാ ട്രഷറർ KS സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ശൂരനാട് വടക്ക് സ്വദേശാഭിമാനി K രാമകൃഷ്ണപിള്ള പബ്ലിക് ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കൊയ്ത്ത് നടത്തി. ഇതോടനുബന്ധിച്ച് കർഷകരെ ആദരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു.
ശൂരനാട് വടക്ക് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള പബ്ലിക് ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നെടിയപാടം മേലായിൽ ആരംഭിച്ച 120 ദിവസം പ്രായമുള്ള ഉമ ഇനത്തിൽപ്പെട്ട നെൽകൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവമാണ് നടന്നത്. ഇതിന്റെ ഭാഗമായി മുതിർന്ന കർഷകരെയും മികച്ച കർഷകരെയും ആദരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനവും കർഷകരെ ആദരിക്കലും നിർവഹിച്ചു. പച്ചക്കറി കൃഷി, കിഴങ്ങുവർഗ്ഗ കൃഷി അടക്കം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. അതാണ് നമ്മളും കൃഷിയിലേക്കുള്ള പദ്ധതി സംസ്ഥാനത്തൊട്ടാകെ ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മുടെയൊക്കെ വീടുകളിൽ മുൻപ് അടുക്കളത്തോട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊരു സ്മൃതിയിലായി മാറിയിരിക്കുന്നു. അടുക്കള തന്നെ വേണ്ടത്ര നിലയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ പല ടൗണിൽ നിന്നും പലരും ഉപയോഗിക്കുന്നില്ല. വൈകുന്നേരം എല്ലാവരും ഹോട്ടൽ ഭക്ഷണത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പക്ഷേ ഗ്രാമീണ മേഖലയിൽ ഇപ്പോഴും ആ കാർഷികമായിട്ടുള്ള നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ആ സംസ്കൃതി, ആ സംസ്കാരം വളർത്തിക്കൊണ്ടുപോകുന്നതിൽ വളരെ താല്പര്യമാണ് എല്ലാവരും കാണിക്കുന്നത്. ലൈബ്രറി പ്രസിഡന്റ് സൂരജ് എം എസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഹരിഗോവിന്ദ് സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് ഇ വിജയലക്ഷ്മി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പ്രദീപ്, എസ് സൗമ്യ, ബ്ലസൻ പാപ്പച്ചൻ, ദിലീപ്, കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി സി മോഹനൻ, എക്സിക്യൂട്ടീവ് അംഗം മനു വി കുറുപ്പ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മടത്തിൽ രഘു, നെടിയപാടം ഏലാ സമിതി സെക്രട്ടറി ബി രാജേന്ദ്രൻ, ആര്യ രവി, ഗ്രീഷ്മ ഗോപൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ഓച്ചിറ കൊറ്റമ്പള്ളി GLPSൽ കരാട്ട പരിശീലനം സംഘടിപ്പിച്ചു. പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയുടെ ഭാഗമായാണ് കരാട്ട പരിശീലനം നടത്തുന്നത്. കൊറ്റമ്പള്ളി GLPSലാണ് കരാട്ട പരിശീലനം സംഘടിപ്പിച്ചത്. സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ഭാഗമായി 3-4 ക്ലാസുകളിലെ പെൺകുട്ടികൾക്കായി സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയുടെ ഭാഗമായാണ് കരാട്ട പരിശീലനം നടത്തിയത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാഭാവികമായും നമ്മുടെ കാലഘട്ടങ്ങളിൽ ഏറ്റവും അനിവാര്യമായതാണ് നമ്മുടെ പെൺകുട്ടികളുടെ സ്വയം പര്യാപ്തമായ സ്വയം പ്രതിരോധം സൃഷ്ടിക്കാൻ. നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും മോശമായ സാഹചര്യങ്ങളിൽ പെൺകുട്ടികൾക്ക് അവരുടെ സ്വയം പ്രതിരോധം ഏർപ്പെടുത്തേണ്ടത് പ്രൈമറി തലങ്ങളിൽ മുതൽ തന്നെ ആരംഭിക്കണമെന്നുള്ളതാണ് വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് SSKയുടെ നേതൃത്വത്തിൽ ഓച്ചിറ പഞ്ചായത്തിലെ 4 സ്കൂളുകളിലും 3-4 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് കരാട്ട പരിശീലനം ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ ആയോധന മുറകൾ പഠിപ്പിക്കുക എന്നുള്ളത്. SMC ചെയർമാൻ ദിലീപ് ശങ്കർ അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക S ജയകുമാരി സ്വാഗതം പറഞ്ഞു. മനു PS-ന്റെ നേതൃത്വത്തിലാണ് കരാട്ട പരിശീലനം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. തൃപ്പാവുമ്പ മഹാക്ഷേത്രത്തിലെ ഉത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയിറങ്ങും. ഉത്സവത്തോടനുബന്ധിച്ച് നാടൻപാട്ട്, ഗാനമേള തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി. കാളകെട്ട് സമിതിയുടെ നേതൃത്വത്തിലാണ് കലാപരിപാടികൾ നടത്തിയത്. തൃപ്പാവുമ്പ മഹാക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് വിവിധ കലാപരിപാടികൾ നടത്തിയത്. കാളകെട്ട് സമിതിയുടെ നേതൃത്വത്തിൽ കാളമൂട്ടിലാണ് വിവിധ കലാപരിപാടികൾ നടത്തുന്നത്. പാലമൂട് മണികണ്ഠ സന്നിധിയിലെ 1-ാം നമ്പർ കാളമൂട്ടിൽ തിരുവാതിരയും കലാപരിപാടികളും അരങ്ങേറി. അനുപമ ജംഗ്ഷനിലെ കാളമൂട്ടിൽ ഗാനമേളയും നടത്തി. ക്ഷേത്ര മൈതാനിയിലെ സ്റ്റേജിലും വിവിധ പരിപാടികൾ നടത്തി. കണ്ണകി കുട്ടനാടിന്റെ നാടൻപാട്ട് ഇതോടനുബന്ധിച്ച് നടന്നു. വെള്ളിയാഴ്ചയാണ് ക്ഷേത്രത്തിലെ ആറാട്ടുത്സവം. ന്യൂസ് ബ്യൂറോ, തഴവ. പ്രധാന വാർത്തകൾ വീണ്ടും. കുളത്തൂപ്പുഴയിൽ LP സ്കൂൾ വിദ്യാർത്ഥികളെ അശ്ലീല ദൃശ്യം കാട്ടി. അധ്യാപകൻ അറസ്റ്റിൽ. തിരുവനന്തപുരം പൂവച്ചൽ സ്വദേശി ബാദുഷയാണ് അറസ്റ്റിലായത്. നരേന്ദ്രമോദി സഹായിച്ച പോലെ ഒരു പ്രധാനമന്ത്രിയും കേരളത്തെ സഹായിച്ചിട്ടില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. കേരളത്തിൽ നിന്ന് പോയ MPമാരെല്ലാം നിർഗുണ പരബ്രഹ്മങ്ങളാണെന്നും കുറ്റപ്പെടുത്തൽ. കേരള പദയാത്ര കൊല്ലം ജില്ലയിൽ പര്യടനം നടത്തി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം. അനുബന്ധ പരിപാടികൾക്ക് തുടക്കം. ഭരണിക്കാവിൽ ഷട്ടിൽ ടൂർണമെന്റ്.
തഴവയിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 25 ലക്ഷത്തിലധികം ഡിജിറ്റൽ കണക്ഷനും 10 ലക്ഷത്തിലധികം ബ്രോഡ്ബാൻഡ് കണക്ഷനുമുള്ള രാജ്യത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് കേരള വിഷൻ. ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെയും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെയും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കൊപ്പം 8ാം സ്ഥാനത്ത് തല ഉയർത്തി നിൽക്കുന്ന കമ്പനി കൂടിയാണ് നമ്മുടെ കേരള വിഷൻ. കേരള വിഷന്റെ ജില്ലാ ഡിസ്ട്രിബ്യൂഷനും ജില്ലാ ചാനലും സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ യാഥാർത്ഥ്യമാകുന്നു. കമ്പനിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസും ജില്ലാ ചാനലിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജി ചിഞ്ചുറാണിയും ജനുവരി 30 വൈകിട്ട് 3 മണിക്ക് കുണ്ടറ പവിത്രം കൺവെൻഷൻ സെന്ററിൽ വെച്ച് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ രംഗത്തെ ബഹുമാന്യ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കും. രാജ്യത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്കും നൽകാൻ കഴിയാത്ത രീതിയിലുള്ള വിവിധ സേവന മേഖലകളിലേക്ക് കേരള വിഷൻ സൗത്ത് വോയിസിൽ കൂടി കടക്കുകയാണ്. ഈ ധന്യ മുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ എല്ലാ കേരള വിഷൻ കുടുംബാംഗങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.